ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മൾ ഇതാക്കുന്ന ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട അടവെക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം വെക്കുന്നൊന്നുമില്ല കേട്ടോ, ആകെ 30 മുട്ട വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ അല്ലേ. അപ്പൊ ഇത് കുറച്ച് അധികം ഉണ്ട്. അപ്പൊ നമ്മളെ കോഴികളെ അടി നമുക്ക് പൊരുത്താകുകയാണെങ്കിൽ അതിന് വെച്ചു കൊടുക്കാലോ. അപ്പൊ നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, കാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ കോഴിമുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻക്യുബേറ്റർ വെക്കുമ്പോൾ ഇൻക്യുബേറ്റർ നമുക്ക് വാങ്ങുമ്പോൾ തന്നെ അതിൽ കുറച്ച് എന്താ പറയാ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കടലാസ് എന്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതേപോലെ പൊടികള് അതൊന്നും പറ്റില്ല കേട്ടോ നമ്മുടെ ഇൻക്യുബേറ്ററിൽ അട വെക്കുന്ന സമയത്ത്. അപ്പോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ. പിന്നെ ഒരുപാട് ചെറിയ കോഴിമുട്ട, അതേപോലെ ഒരുപാട് നീളമുള്ള കോഴിമുട്ട ഒന്നും അല്ലാതെ ഒരേ ഷേപ്പിലുള്ള കോഴിമുട്ട വേണം നമ്മൾ അട വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് നീളമുള്ള കോഴിമുട്ട കേട്ടോ. അപ്പൊ നീളമുള്ള കോഴിമുട്ട പൂവും കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കണക്കിന് സത്യമായിരിക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഒരേ വലുപ്പത്തിലുള്ള ഏകദേശം കോഴിമുട്ടകളാട്ടോ ഞാൻ ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എന്തായാലും ഈ ഒരു കോഴിമുട്ട ഞാൻ നമ്മൾ കൂട്ടുന്ന എടുത്തുകൊണ്ടെന്ന് അങ്ങനെ തന്നെ വെക്കുന്ന കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തുണി നനച്ചിട്ട് ഒന്ന് തുടച്ചൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ ആദ്യം തന്നെ. അപ്പൊ അത് കണ്ടില്ലേ, ഇതൊരു എന്താ പറയുക, ഞാനൊരു തുണി നനച്ചിട്ട് എടുത്താട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത കോഴിമുട്ട എടുക്കുക. അപ്പൊ ഇത് ഞാൻ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടു, ഞാൻ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് 26-ാം തീയതിത്തെ മുട്ട കേട്ടോ. അപ്പൊ ഒരുപാട് പഴക്കമൊന്നുമില്ലല്ലോ. 26-ാം തീയതി മുട്ട അതിനകത്തുനിന്ന് ഇപ്പൊ 31 ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് കണ്ടില്ലേ, 26-ാം തീയതിത്തെ മുട്ട കേട്ടോ അതൊക്കെ. അപ്പൊ ഇതിൽ ഒരു 2-3 ഡേറ്റ് ഒക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും ഇതൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ ഏകദേശം ഉണ്ടാക്കുന്ന 30 കോഴിമുട്ട ഏകദേശം വലിപ്പമൊക്കെ നോക്കിയിട്ട് തുടച്ച് വെച്ചതാട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഏകദേശം ചെറിയ കോഴിമുട്ടകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും എടുത്ത്, പിന്നെ ഇതിൽ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഹോൾസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ മുട്ടയൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ, കുറച്ച് ഡാമേജ് ഒക്കെ ഉള്ള കേട്ടോ. അപ്പൊ ഇത് വെക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ 30 മുട്ട നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര മുട്ട ഞാൻ നേരത്തെ എന്താ പറയാ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ എണ്ണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ എല്ലാം കോഴിമുട്ടയൊക്കെ കൂടി മിക്സ് ആയിട്ട് പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇൻക്യുബേറ്ററിൽ വെക്കുന്ന സമയത്ത് എത്ര കോഴിമുട്ട ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആട്ടോ. അപ്പൊ അതുകൊണ്ട് ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ഏകദേശം നമുക്ക് 30 എന്തായാലും നമ്മൾ കോഴിമുട്ട തെരഞ്ഞിട്ടല്ലേ വെക്കാം. അപ്പൊ നോക്കാലോന്ന് വിചാരിച്ചിട്ടോ. ഇതിലിപ്പോ 53 കോഴിമുട്ടയായിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ 30 എണ്ണം ഉണ്ടാക്കുന്ന ഇൻക്യുബേറ്ററിൽ വെച്ചാൽ ബാക്കി ഇതാ അത്രയുണ്ട്. അപ്പൊ കൂടിന്റെ മേലെ 1-2 കോഴിമുട്ടയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് നമ്മൾ ഇതാക്കുന്ന തുടച്ച് വെച്ച മുട്ടയാണ്. ഇത് കാൻഡിൽ ടെസ്റ്റും ചെയ്തില്ല. അപ്പൊ എന്തായാലും കാൻഡിൽ ടെസ്റ്റ് കൂടി ചെയ്തിട്ട് നോക്കട്ടെ കേട്ടോ. നമ്മള് വേറെ ചെറിയൊരു ടോർച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ടോർച്ച് വെച്ചിട്ട് കാൻഡിൽ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ടോർച്ചിൽ തീരെ ചാർജ് ഇല്ല കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം ഒരേപോലെ വലിപ്പമുള്ള കോഴിമുട്ട വെക്കാൻ നോക്കാം. പിന്നെന്ന് വെച്ചാല് കോഴിമുട്ടയിൽ അധികം എന്താ പറയാ ഇതേപോലെ പിന്നെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുക. ഒരു നനഞ്ഞ കോട്ടന്റെ തുണി എടുത്ത് തുടച്ചെടുക്കാം. പിന്നെ ഇപ്പൊ എന്താ, പിന്നെ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോഴിമുട്ടന്റെ ഈ ഒരു വീതി കൂടിയ ഭാഗത്ത് ഹെയർ ഹോൾസ് ഉണ്ടോന്ന് അത് ചെക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് അയക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കോഴിമുട്ട നമ്മൾ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ തന്നെ, പിന്നെ കോഴിമുട്ട നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് കളറിലൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കോഴിമുട്ടയൊക്കെ വെക്കാതിരിക്കാം. അപ്പൊ എന്തായാലും ഇത് നേരെ നമുക്ക് ഇനി ഇൻക്യുബേറ്ററിലേക്ക് വെക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ കോഴിമുട്ടയൊക്കെ വെച്ച് ഇതാകുമ്പോൾ പിന്നെ ഇതാവണ്ട വിചാരിച്ചിട്ടോ കേട്ടോ. അപ്പൊ ആ ഒരു സ്ക്രൂവിന്റെ അടിഭാഗം വരെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇൻക്യുബേറ്റർ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ നമ്മൾ ഇനി വയറൊക്കെ വലിച്ച് നാശാണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് ഓൺ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയെന്നേ ഉള്ളൂ.
നമ്മൾ ഇൻക്യുബേറ്റർ നമ്മളെ ഒരു ഭാഗത്ത് എന്താ പറയുക, ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാക്കുന്ന ഈ ഒരു ഭാഗം എന്താ പറയുക, ഒരു കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഒഴിവാക്കി നമ്മൾ റൂമിൽ തന്നെ ഒരു സൈഡിലേക്കായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഒരുപാടൊന്നും ഈ എന്താ പറയുക, ഈ ഒരു പരിസരത്തേക്ക് വരാത്ത രീതിക്ക്. അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇൻക്യുബേറ്റർ ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതാക്കുന്നതിന് നമ്മളെ കോഴിമുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പൊ ഇതേപോലെ നീളത്തിനാട്ടോ വെച്ചു കൊടുക്കേണ്ടത്. വേണ്ടില്ലേ, ഇതേപോലെ നീളത്തിന്. അയ്യോ, അത് വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിനെ കൊണ്ട് അതിന്റെ ഒരു ഇതിലായിപ്പോയി. നാലെണ്ണം ആട്ടോ വെക്കുന്നത്. പിന്നെ 2 എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഏകദേശം അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വരിയിലും ഈ ഒരു വരിയിൽ 5 കേട്ടോ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാத்தைയും 4 കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് കാൻഡിൽ ടെസ്റ്റ് മാത്രമായിട്ട് ചെയ്യാതിരുന്നത്, ടോർച്ച് ഒന്നാമത് കാണുന്നില്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വിരിയൂല കേട്ടോ. ഇതിപ്പോ ഞാൻ ആ ഒരു 30 എണ്ണം എടുത്തു വെച്ചാൽ എന്താ പറയുക, കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാണിച്ചു തരാന്ന്. അപ്പൊ ഇങ്ങനത്തെ കോഴിമുട്ട വിരിയൂല. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഹെയർ ഹോൾസ് ഇല്ല കേട്ടോ. ഹെയർ ഹോൾസ് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കാണും, അതുമില്ല. പിന്നെ മുട്ടേന്റെ ഉള്ളിലൊക്കെ എന്താ പറയാ ഒരു വരയും അതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനത്തെ കോഴിമുട്ടയൊന്നും വിരിയൂല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടോർച്ച് തപ്പി തെരഞ്ഞ് എന്താ പറയാ കാണിച്ചു തരാൻ വേണ്ടിട്ടാട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കോഴിമുട്ടയൊക്കെ ഇതാക്കുന്ന ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളം അതിന്റെ എന്താ പറയുക 3/4 വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ടയൊക്കെ ഇതാക്കുന്ന സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും വൈകുന്നേരം ആയപ്പോ പിന്നെ കുട്ടികളൊക്കെ വന്നില്ല, ആകെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ എന്തായാലും ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. അപ്പൊ അതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കോഴിമുട്ടയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വിരിഞ്ഞിറങ്ങട്ടെ എന്ന് വിചാരിക്കട്ടെ. അപ്പൊ എല്ലാവരും ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.